നമ്മൾ 2 ടീം തോറ്റ് പുറത്താകാൻ കാരണേ ആ ഭൂതാണ്. ഓന്റെ ഒറ്റ ഊത്താണ് കാരണം. ഓന്റെ അവസാനാവും. എവിടെ ജോനെ കെട്ടിട്ടിരിക്കണെന്ന് പറഞ്ഞു? ഞാനല്ലേ കെട്ടിട്ടിരിക്കണേ. ഹൈ അന്തിക്ക് കല്യാണം പോണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കത്തണ്ടപ്പോ ഇതിന്റെ ബാറ്ററി എവിടുന്നാ കിട്ടല്ല. ഉത്സവം 100 വട്ടം ഞാൻ എന്നോട് പറഞ്ഞു ഈ കുട്ടികളെ ഡയപ്പർ ഉണ്ടെങ്കിൽ ക്ലോസ് എന്ത് മുളകും പൊടി ഇത് മൂക്ക് കുത്തുന്നത്. ആ കോയാക്കാണ്. അതിനാ കെട്ടിട്ട് പൊതിരെ തലയുണ്ട്. നമ്മൾ ചെല്ലുമ്പോഴേക്ക് ജീവൻ ബാക്കി ഉണ്ടായാൽ മതി. നടന്നു വേ നടക്കേ. ചുമ്മാ 2 പൊട്ടിച്ചാണ്. നോക്കോ എല്ലാം ഇതൊക്കെ കത്തിച്ചാ പോരെ. അതിന് കത്തിക്കണ മിഷീൻ വാങ്ങിട്ടേ കത്തിച്ചുള്ള സാധനം എന്റെ വാപ്പ പോക്കറ്റ്. കള്ളം മന്ത്രവാദി ചേർത്തേ കണ്ടില്ലടാ ഞങ്ങള് ഫൈനലിലേക്ക് എത്തിയത്. മെസ്സിന്റെ നേരെ ഊതാ ചായച്ചില്ലടാ പൂതോട്. സംഭവിച്ചിട്ടുണ്ടോ സംശയമുണ്ട്. നിങ്ങൾ ഈ ഒളിഞ്ഞോട്ട് സൂസനെ പുതിയാപ്പിള കണ്ടാൽ നിങ്ങൾ മുഖേക്കാരം വിള്ളല്ലേ. ഞാൻ ആകാശം നിരീക്ഷിക്കാനോ ആകാശത്തിലെ നക്ഷത്രങ്ങളെ. ഈ അടി അനക്കുള്ളതല്ല കമ്മിറ്റി ടീം എന്ന് പറഞ്ഞോളിക്കുള്ള നേരെ നിക്കടാ. പൊന്നാര കാക്ക ഞാൻ ഊതിട്ട് ഇങ്ങോട്ട് ടീം എന്ത് പറ്റിക്കണോ? പുന്നാര കോയ അന്റെ പെരിയിലുള്ള കുട്ടികളൊക്കെ വൈക്കോലാ തിന്നല്. കിട്ടിയത് മുഴുവൻ മണത്തോക്കണ്ടല്ലോ. അങ്ങനെ മണൻ ജന്തിരെ വന്നോ. ജന്തു കണ്ണിന് മുഖാനെ ഈ 2 ദിവസം മതി. കണ്ണെടുക്കാൻ തന്നാലേ ആകാശത്ത് കിടക്കുന്ന നക്ഷത്രങ്ങൾ മാത്രമല്ല സ്വർഗത്ത് കിടക്കണ വെല്ലിമാനെ വരെ കാണും. ഈ ഭൂമിക്ക് വേണ്ടിട്ടേ എന്തെങ്കിലും അന്നത്തെ ഊത്തുകാരനെ പറ്റിയോര് തന്നെ പഞ്ഞിക്കിടാൻ വരുന്നുണ്ട്. പോണു. അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ? കോയാക്കാരെ ജന്തുരെ കെട്ടിട്ട് തല്ലണു. അപ്പൊ നിങ്ങളേതാ ടീം? കൊന്നോ എന്തിനാ എന്റെ പെരീത്തെ ജന്തുരെ ഞാൻ കൊല്ലണ്ട ആവശ്യം? കോളിംഗ് ബെല്ല അവിടല്ല തവള ഏതാക്കണം ഇവിടെയാണ്. എന്റെ പെരീത്തെ ബെല്ലൊക്കെ ജന്നെ മറന്നു. എന്റെ ലക്ഷ്യം ഈ പെരിക്ക് മണ്ടിട്ട് എന്തെങ്കിലും പണി കണ്ടുപിടിച്ചാണ് എന്തെങ്കിലും നയിച്ചോണ്ടി മനസ്സാ. എനിക്കറിയാലോ എനിക്ക് ബസർപ്പിന് അസുഖമുള്ളതാണ് പത്തുവോ. നിങ്ങൾ നേരത്തെ വെസർപ്പിന് അസുഖമൊന്നും കാണില്ലല്ലോ. അല്ലാതെ ടീം നോക്കണു. ഒരു മത്സരം കിട്ടിയല്ലേ വരി ഞാൻ പോയൊക്കെ നമുക്ക്. ഇതാ ഗുണങ്ങളെ ഊതി തോൽപ്പിച്ചോ. ഒരു മിനിറ്റ്. ആ റൊണാൾഡോക്ക് കിട്ടുന്ന കപ്പടിച്ച് നാശാക്കി. ഞമ്മക്കൊക്കെ നല്ലോണം വയസ്സായിക്കണ് തവളെ. എത്തത് ഇതെന്തിനാ കൊടുക്കണോ? ഇന്ന് രാത്രി കളി കാണാൻ പോണ്ടേ? ഇത് കത്തണില്ല. അതിന്റെ ബാറ്ററി കഴിഞ്ഞിക്കണോ എന്നിട്ട് ഒന്ന് എത്ര മണിക്ക് തിന്നാ പക്ഷെ പണിക്കോ എന്നെ കൊണ്ട് കഴിയൂല. കുറച്ചൊരു ഇറാന്റെ മിസൈൽ എത്ര വെറുതെ പോണോ? ഒന്ന് ഇയാളെ തലയിൽ വീണുകിടെങ്കിൽ എനിക്ക് വിധവാ പെൻഷനെങ്കിലും കിട്ടീനി. ഏത് മലവെള്ളപ്പാച്ചിന്ന് വരെ അടച്ചു തമ്മിൽ പാസ് കൊടുക്കാതെ കപ്പിട്ടിന്. നീ കുറച്ച് മറന്ന എന്റെ പെരിന്ന് 2 ബാറ്ററി എടുക്കാം. കറക്റ്റ് വെളിച്ചല്ല തവളെ നിന്ന് കൊട്ടവണ്ടി നെഞ്ചിനോ നല്ലോണം അങ്ങോട്ട് വലിച്ചു കേറ്റിക്കൂടി. എന്നിട്ട് വഴി മാറിപ്പോയി അസാലിനെ അങ്ങോട്ട് വിളിച്ച. ഞാൻ മറ്റേ അവസാനത്തെ ലോപ്പാണ്. ആ ജോലി നാസാക്കില്ലേ? ഈ പന്നിക്കുന്ന മൂത്രത്തിൽ കല്ലുണ്ടോ? കപ്പള കിട്ടേ കണ്ടെത്തി തവളെ. ആ ഹംസാജില്ലേണി ഏത് പിലാച്ചോട്ടിലെ ആ ചങ്ങായേ നമ്മളെ രാജ്യം തകർത്താനുള്ള പരിപാടിയാ തോന്നുന്നുണ്ട് തവളെ. ക്യാൻസർ നമ്മളെ മൂലൊക്കെ കുത്തുന്നല്ലോ ഒളിച്ച. അൾസറും പൾസറും ഒന്നും ഉണ്ടാവില്ലടി. പൾസർ അല്ലേ തന്റെ ക്യാൻസർ. നിങ്ങൾ നല്ലിന് മാറ്റിച്ചല്ലേ ഞാൻ പറയണത്. പുൾജോടെ നോക്കിക്കണ്ട ജിങ്ങളുണ്ടല്ലേ ആണെങ്കിൽ ഇത് കൊടുത്തോ. ഒരു മിനിറ്റ് കട്ടച്ചല്ല. ഇവനെ ഞാൻ എന്റെ കണ്ണോണ്ട് ഒരു പരിപാടി കണ്ടു. ഓന്റെ പെരിയിൽ ഒരു മിസൈല് കൊടുന്ന് വെച്ചുകൂടോ. മിസൈലോ? അതിന്റെ മൂട്ടില് തീയിടുക നേനെന്ന് പുക ഇങ്ങനെ പൊന്ത. നമ്മൾ ഒറ്റക്ക് തച്ചിട്ട് കാര്യമില്ല. എല്ലാവരും കൂടി തല്ലണം. നാളെ അവരെ ചെറിയ നിൽക്കുള്ളൂ. കുട്ടികളുള്ളതല്ലേ ഓ നിങ്ങൾക്ക് കാണാൻ പഠിച്ചൂലേ? ടെൻഷൻ വന്നപ്പോ വലിച്ചാടി. കുഞ്ചൊക്കെ കാൽ നീട്ടിയിരിക്കണ നിങ്ങൾക്ക് എന്താ അടുപ്പിന്റെ ടെൻഷനാ? പണ്ടിന്റെ സ്കൂൾ പഠിച്ചിന്റെ മൈമുനാനെ ഓർക്കും. ബീരങ്കി അല്ല ബീരങ്കി കണ്ട ഇച്ച മൂട്ടിൽ തിരിച്ചു കൊടുത്തിട്ട് മേപ്പെട്ട് പോണ സാധനം ഒന്ന് വേണം. ഒന്ന് വേണം എനിക്ക്. നിർത്തി ഹൃദയത്തിനൊരു വേദന. മൈമുന മരിച്ച ആണ്ടാണ് നാളെ. അവിടെ പോയിക്കാണ് നെയ്ച്ചോറും ബിരിയാണി തിന്നുകാണ്ട് ആ വേദന അങ്ങോട്ട് മാറ്റിക്കാളും. തള്ളം മര്യാദ തന്നോ? അതല്ല അല്ല റോക്കറ്റ് കാരം. ജാക്കറ്റ് അല്ല ജാക്കറ്റ് കണ്ടറിയില്ല കോയെ. റോക്കറ്റ് അല്ല ജാക്കറ്റ്. ഇതെന്ത് ജന്തുവാണ്? ഒന്നാ ചങ്ങായി 3-4 ആൾക്കാർ എന്നെ പറഞ്ഞ് തച്ചിട്ട് എനിക്ക് എന്തത്തെ ചെറിയ അതിന്റെ കുട്ടൻസ് എന്താന്ന് പറഞ്ഞാ എത്ര നോക്കണു കണ്ട ജായി ആ പുക പൊന്തളൂ. അതാണ് ഞാൻ പറഞ്ഞ മിസൈല്. പടച്ചോനെ അത് ഇൻസിനേറ്റർ. ഇൻസ്പെക്ടർ നപ്പ കട്ടയച്ചോടും. എന്റെ കാലിന്റെ ചേർത്ത വരെ പൊട്ടി. ഇജെന്താ തിന്നല് ഇരുമ്പാ? അനക്കൊന്നും ഏക്കില്ല ചങ്ങായിയെ ഇജെത്ത തിന്നല്. വേസ്റ്റ് കത്തിച്ചാണ് കാണിച്ചു തരാം. ടേസ്റ്റ് ഇല്ലാത്ത സാധനം തിന്നണ. ഇതിന്റെ പജ്ജിന്റെ ചൂട് ചറി നീർക്കോലി. കണ്ടോ കണ്ടജി ഹംസാജി ചില്ലറക്കാരൻ. കെട്ടണ കഴിച്ച് എന്നാ ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ കഴിച്ചുതരാം. അല്ല ചവിട്ടി ഞാൻ കൊല്ലും. എന്റെ വാ
വാപ്പാന്റെ ഓർമ്മക്ക് ആകെ കൂടെ ഈ മാലുള്ളൂ. അതും കൂടി ചോദിച്ചല്ലോ മോനെ. തന്തൊക്കെ ചത്ത് മണ്ണിന്റെ അടി പോയില്ലേ എനിക്ക് മാണ്ടി. ഇതാണ് ആ സാധനം. ഇതാ താക്കത്തിന്റെ ആട്ടിലേ ഇത് വാങ്ങി തിന്നാറിനപ്പോ ജിന്നോട് എന്തേ പറഞ്ഞത്? അത് കുട്ടികൾക്കും പെറ്റെടുക്കണവർക്കൊക്കെ ഉള്ളതാണ്. വെറുതെ ചങ്ങക്ക് അല്ല ഓ ഇന്ത്യ തകർക്കാൻ മാത്രല്ല കേരളം തകർക്കാണ് കോയെ. മുണ്ടാ നടന്നാജ് അത് പോണ്ട, അടുത്തേക്ക് പോണ്ടടി. ഹംസേ എവിടുത്തെ ഈ സാധനം മാനാണ് കള്ളു കഞ്ചാവ് വാങ്ങാനല്ലേ ഞാൻ തരൂല. തളരെ കൊന്നിട്ടല്ല പണില്ല എനിക്ക് മോനെ വേണം. ഞാൻ തരൂല. എന്താണ് ധരിച്ചാച്ച് കാട്ടുന്നത്? എന്റെ അമ്മല്ലേ ആ ചുട്ട എടുക്കാത്തിട്ടോ. നാസറേ ഇതൊന്ന് വായി തിന്നോ. ഇതിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ചൊറുക്കും കൂടും താക്കത്തും ഉണ്ടാവും. പിന്നെ അതല്ലാണ്ട് ഇത് ഇബാബ് ഇൻസിനേറ്റർ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് വാങ്ങിയാണ് കോയെ. ഇതുകൊണ്ട് എന്താ വെച്ചാല് നമ്മളെ വീട്ടിലുള്ള എല്ലാ കച്ചറിയും സാധനം ഒക്കെ ഇതിലിട്ട് കത്തിക്കുക. നമ്മളെ കുട്ടികളെ മറ്റേ ഡൈപ്പറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇന്റെ പുതിയ ആപ്പിള വരെ ഇന്ന അടിച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പൊ ഇത് നേരോ ഇതിൽ വളരെ സിമ്പിൾ ആയിട്ട് കത്തിച്ച് കളയാൻ പറ്റും കോയെ. അല്ല പ്ലാസ്റ്റിക് കത്തിച്ചാൻ പറ്റുമോ? പ്ലാസ്റ്റിക് അല്ലാത്ത എല്ലാ സാധനവും നമുക്ക് ഇതിലിട്ട് കത്തിക്കാൻ പറ്റും. അത് ഹരിത കർമ്മസേനക്കാർ കൊണ്ടുപോയിക്കോളും. നിങ്ങളോട് ഞാൻ പണ്ടേ പറഞ്ഞു നിങ്ങൾ മോൻ കഞ്ചാവാണ് എന്ന്. അന്ന് നിങ്ങളോട് എന്താ പറയുന്നത്? എന്റെ കുട്ടി കഞ്ചാവൊന്നും വലിച്ചില്ല, അങ്ങനെ തെറ്റൊന്നും ചെയ്യും. അപ്പൊ ഞങ്ങളെ ആട്ടിലേഹങ്ങൾ വാങ്ങി കഴിക്കും. ഇപ്പൊ എന്തായി? നേർക്ക് ബോധ്യായാ? അന്ന് എന്റെ തല കേറിയിട്ടില്ലെന്ന് പാത്തോ ഇപ്പൊ മനസ്സിലായി. ബാപ്പ മരിച്ചിട്ടും പൈസന്റെ വില അറിയാതെ നിങ്ങൾ ഓനും തോന്നിയ പോലെ വളർത്തി വഷളാക്കി. ഇവരെ ബന്ധപ്പെടാൻ പറ്റുന്ന 2 നമ്പർ ഉണ്ട്. ആ നമ്പറിൽ വിളിച്ച് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവർ കേരളത്തിന്റെ എല്ലാ മൂലയിലും കൊണ്ടുവന്നാണ് നമുക്ക് ഫിറ്റ് ചെയ്ത് തരും. അപ്പൊ ഞങ്ങൾ ഇത് ഒരു മോഡൽ മാത്രല്ല കേട്ടോ, ഒരുപാട്. ഇപ്പൊ നിങ്ങളെ കൊന്നിട്ട് ഓനക്ക് കഞ്ചാവും കള്ളും കുടിച്ചാൽ മതി. മക്കളെ ശാസ്ത്രം സ്നേഹിച്ചാണ് വളർത്തേണ്ടത്, അല്ലാതെ തോന്നിയ മരിക്കല്ല. ഇനിയെങ്കിലും അത് മനസ്സിലാക്കിക്കോളി.